നടി നയന ജോസഫിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. ഏഷ്യനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന പരമ്പരയിലെ രാധ എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നയന ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ നയനയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. പവിത്രം എന്ന പരമ്പരയിൽ വിക്രം എന്ന നായകന്റെ പിറകെ നടക്കുന്ന ഒരു ഓട്ടോക്കാരി പെൺകുട്ടിയാണ് രാധ എന്നുള്ള കഥാപാത്രം. വിക്രമിന്റെ വിവാഹവും ഭാര്യയായി എത്തിയ വേദ എന്ന പെൺകുട്ടിയെയും അംഗീകരിക്കാൻ രാധ എന്ന പെൺകുട്ടിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു കഥാപശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ പവിത്രം പരമ്പര മുന്നോട്ടു പോകുന്നത്. ഇതിൽ രാധ എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നയന ജോസൺ തന്നെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ താരം ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. ഇന്നായിരുന്നു നയനയുടെയും ഭർത്താവിന്റെയും വിവാഹം. വളരെയധികം ആർഭാടകരമായ വിവാഹമായിരുന്നുവെന്ന് പറഞ്ഞേ മതിയാകൂ. നിരവധി സീരിയൽ താരങ്ങളും നടിയുടെ വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയിരുന്നു. ഗോകുൽ എന്ന് പറയുന്ന ഹിന്ദു പയ്യനാണ് നയനയുടെ വരനായി എത്തിയത്. നയന ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. തന്റെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഇഷ്ടപ്രകാരം ഹിന്ദു രീതിയിലുള്ള ട്രഡീഷണൽ വെഡിംഗ് രീതിയിൽ തന്നെയായിരുന്നു വധുവായിട്ട് നയന എത്തിയത്. ഇന്റർകാസ്റ്റ് പേരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ വിവാഹത്തിന് വളരെയധികം എതിർത്തിരുന്നുവെന്നും പ്രത്യേകിച്ചും നയനയുടെ വീട്ടിലായിരുന്നു എതിർപ്പുകൾ കൂടുതലെന്നും ഒടുവിൽ ഒരുപാട് പോരാടിയതിനു ശേഷമാണ് ഞങ്ങളുടെ പ്രണയം സാഫല്യമാക്കി തീർത്തത് എന്ന് നയന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പോരാടിയിട്ടാണ് അനുവാദം വാങ്ങിയത് വിവാഹത്തിന്. ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു. വിവാഹ നിശ്ചയ വേളയിലായിരുന്നു നടി തന്റെ മനസ്സ് തുറന്നത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയം നടന്നത്. കുറച്ചു ദിവസങ്ങളായി വിവാഹ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നടി. ഇന്നലെ പരമ്പരാഗത ക്രിസ്ത്യൻ ആചാരം അനുസരിച്ച് മധുരവെപ്പ് ചടങ്ങും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു ക്രിസ്ത്യൻ വധുവിനെ പോലെയാണ് നയന ഒരുങ്ങിയെത്തിയത്. ഇന്ന് വിവാഹം നടന്നത് ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചാണ്. ഇന്ന് നയനയുടെ ഭർത്താവായ ഗോകുലിന്റെയും വീട്ടുകാരുടെയും ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നു നടന്നത്. ഇന്നലെയാകട്ടെ ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചടങ്ങും വളരെയധികം ഗംഭീരമായിട്ടുണ്ട് വിവാഹവും വിവാഹാനന്തര ചടങ്ങുകളൊക്കെ തന്നെയും എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള സാരിയും പിങ്ക് നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു വിവാഹവേദിയിൽ വെച്ച് വധു അണിഞ്ഞത്. അതിനനുയോജ്യമായ ആഭരണങ്ങളും ധരിച്ചിരുന്നു. വരനാകട്ടെ ഷർട്ടും മുണ്ടുമായിരുന്നു. ഇരുവരെയും കണ്ട് വളരെയധികം ഭംഗിയുണ്ട് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്.